ുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമ്മളൊരു വലിയ പ്രഭാഷണം എന്നുള്ള രീതിയിൽ അതിനായിട്ടല്ല ഇന്ന് ഒരുമിച്ച് കൂടുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ചർച്ചകളിലൂടെ എന്തായിരിക്കണം ഭാരതീയ ജനതാ പാർട്ടിയിൽ സ്ത്രീകൾക്ക് ചെയ്യാനുള്ള പദ്ധതികൾ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്കറിയാൻ സാധിക്കും, കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് രണ്ട് മുന്നണികളും മാറി മാറി ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും കേരളത്തിൻ്റെ നിയമസഭ കൂടുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ കാണാം, എവിടെയെങ്കിലും അല്പം ചില സ്ഥലങ്ങളിൽ മാത്രം, ചില കസേരകളിൽ മാത്രം ഇന്നും സ്ത്രീകൾ, അത് മാർക്സിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് പ്രസ്ഥാനമാകട്ടെ, ഭരിക്കാൻ അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയെ കിട്ടിയ സമയത്ത് പോലും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഉന്നതമായിട്ടുള്ള പ്രവൃത്തിയിലാണല്ലോ ഔന്നത്യം, ഉന്നതമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനുള്ള വേദികളിൽ മന്ത്രിമാരായി സ്ത്രീകളെ കാണുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നയിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആദ്യമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെക്കുറിച്ചല്ല. അദ്ദേഹം ആദ്യമായി പറഞ്ഞത് എൻ്റെ രാജ്യത്തെ അമ്മമാരുടെ, പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ, യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകളുടെ, ഇവരുടെ എല്ലാം തന്നെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കലാണ് ആദ്യത്തെ ദൗത്യം എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രൈം മിനിസ്റ്റർ നമുക്ക് സൂചന നൽകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും വർഷം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയതിന് ശേഷവും ഗ്രാമാന്തരങ്ങളിൽ വൈദ്യുതിയില്ലാത്ത വീടുകളും ടോയ്ലറ്റ് സംവിധാനമില്ലാത്ത വീടുകളെയും ലക്ഷക്കണക്കായിട്ടുള്ള വീടുകളെ അദ്ദേഹം നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു. ഒരു പെൺകുട്ടി, അവൾക്ക് അവളുടെ പ്രാഥമിക കൃത്യനിർവഹണത്തിന് പോലും സംവിധാനമില്ലാത്ത ഒരു നാട് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും എന്താണ്, അപമാനമാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു വലിയ ബൃഹത് പദ്ധതി ആവിഷ്കരിച്ചു, സ്വച്ഛ് ഭാരത് പദ്ധതി. ആ സ്വച്ഛ് ഭാരത് പദ്ധതി ലോകം മുഴുവൻ ഉറ്റുനോക്കി. ലോകത്തിന്റെ വലിയ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ പിന്നീട് 1 വർഷവും 2 വർഷവും കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ എന്താണോ പ്രൈം മിനിസ്റ്റർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പ്രാവർത്തികമായിട്ടുണ്ടോ എന്ന് റിസർച്ച് ചെയ്യുന്ന മാധ്യമങ്ങൾ അവർക്ക് എഴുതേണ്ടി വന്നു. ഇത്രയും ജനസംഖ്യയുള്ള ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം അപ്പാടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് ലോകത്തെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള മാധ്യമങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന, എപ്പോഴും BJPയെ അധിക്ഷേപിക്കുന്ന, ആക്ഷേപച്ചുവയോടുകൂടി നോക്കുന്നവർക്ക് പോലും വിധി എഴുതേണ്ടി വന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ വ്യത്യസ്തനാണ്, പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണ്. ഭാരതം സടകുടഞ്ഞെണീക്കുകയാണ്. ഓരോ ഗ്രാമങ്ങളിൽ നിന്നും അമ്മമാർ, സ്ത്രീകൾ, കോളേജിൽ പോകുന്ന യൗവനയുക്തരായിട്ടുള്ള കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളും, നമ്മളെല്ലാരും പെൺകുട്ടികൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ, അവരെല്ലാം തന്നെ പറഞ്ഞു, മോദിജി ഒരു പ്രതിഭാസമാണ് എന്ന് പറയാൻ ലോകത്തിന്റെ മുന്നിൽ നിവർന്നു നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഈ ഒരൊറ്റ പദ്ധതിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അധികാര കേന്ദ്രത്തിൽ ഇരിക്കാൻ അവസരം കിട്ടുമ്പോഴാണ് ആ വ്യക്തി എന്താണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയായാൽ, പ്രധാനമന്ത്രിയായാൽ, ഏറ്റവും ഉയർന്ന ചുമതലകളിൽ ഇരിക്കുമ്പോൾ പോലും എന്തായിരിക്കണം, ജോലിക്കാരനെ പോലെ പ്രവർത്തിക്കണം, ജോലിക്കാരിയെ പോലെ പ്രവർത്തിക്കണം. ഈ കാര്യം എത്രയോ വർഷത്തെ പൊതുപ്രവർത്തനത്തിന് ശേഷം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തി. ചുമതലകൾ എന്തിനുള്ളതാണ്? ചുമതലകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനും അവർക്ക് കൈകൊടുക്കാനും, അശരണരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ഹൃദയത്തിലേക്ക് ചേർത്തു പിടിക്കാനും, അവരിൽ സംഘടനാ സംവിധാനത്തിന്റെ മഹത്വം വിളിച്ചോതുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്.
ആ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോലും തൊട്ടടുത്ത വീട്ടിൽ ഒരു മാർക്സിസ്റ്റുകാരിക്ക് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരിക്ക് ഒരു ലീഗുകാരിക്ക് അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഒരു മടിയും മറയും നമുക്കുണ്ടാകില്ല എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യമാണ് എന്നിലേക്കും നിങ്ങളിലേക്കും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സന്നിവേശിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ്, നമ്മൾ ഇരിക്കുന്ന ആ കസേരയോടല്ല കൂറ്, നമ്മൾ ഇരിക്കുന്ന കസേരയോടല്ല കൂറ്, പിന്നെയോ നമ്മൾ ഇരിക്കുന്ന ആ ചുമതലാ ബോധത്തോടു കൂടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് നമുക്ക് അദ്ദേഹം മാർഗദർശിത്വം നൽകി. വർഷങ്ങൾ കഴിഞ്ഞു, ഒരു തവണ 5 വർഷം കഴിഞ്ഞു, നമ്മുടെ പ്രൈം മിനിസ്റ്റർ മാറിയില്ല. കാരണം ഈ രാജ്യത്ത് ആപാലവൃദ്ധം വരുന്ന ജനങ്ങൾക്ക് മനസ്സിലായി, നേരത്തെ അധ്യക്ഷ പറഞ്ഞതുപോലെ എല്ലാവർക്കും മനസ്സിലായി, എന്താണ്, ഉദരത്തിൽ കിടക്കുന്ന നാളെ പുറത്തു വരാൻ ജീവിക്കാൻ അവകാശപ്പെട്ട ആ കുഞ്ഞിന് മുതൽ സുകന്യാ സമൃദ്ധി പദ്ധതിയാണെങ്കിലും ബേട്ടി പഠാവോ ബേട്ടി ബചാവോ, നോർത്ത് ഇന്ത്യയിലൊക്കെ ചില പ്രദേശങ്ങളിൽ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിമുഖതയുള്ള അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞു, ആ പെൺകുട്ടിക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ രക്ഷാകർത്താവായിട്ട് ഞാനുണ്ട് എന്ന് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ബേട്ടി പഠാവോ ബേട്ടി ബചാവോ, പെൺകുട്ടിയെ പഠിപ്പിക്കുക, വളർത്തുക. ഇത് തന്നെയല്ലേ ജനനിയും ജന്മഭൂമിയുമായിട്ടുള്ള ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ ശക്തിശാലിനിയായിട്ടുള്ള രാഷ്ട്രം സടകുടഞ്ഞെണീറ്റുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ അത് സ്ത്രീയും പുരുഷനും അവരുടെ അവകാശങ്ങൾ ഒരുപോലെ നിർവഹിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കരുതൽ ഒരുപോലെ നൽകുകയും ചെയ്യുന്ന ഒരു കാലത്തായിരിക്കും ഈ രാജ്യത്തിന്റെ ഉയർച്ച എന്ന് ചിക്കാഗോയുടെ പ്രസംഗഭൂമിയിൽ തന്റെ പാദസ്പർശം കൊണ്ട് പുളകിതമായിട്ടുള്ള അതിമനോഹരവും എന്നാൽ ശാന്ത ഗംഭീരവുമായിട്ടുള്ള തന്റെ പ്രഭാഷണം കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച് എഴുതി കാണിച്ച സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അതുതന്നെയാണ്. ഇന്ന് അഭിനവ കാലഘട്ടത്തിൽ പേരുപോലും സ്വാമി വിവേകാനന്ദന്റെ കുട്ടിക്കാലത്തെ നരേന്ദ്രൻ എന്നുള്ള പേര് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് കിട്ടുകയും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഇന്ന് ലോകം നോക്കിക്കാണുന്ന ഇദ്ദേഹത്തെ കാണാൻ, നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ ഓരോ രാജ്യങ്ങളിലെ ആളുകളും മത്സരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഏറ്റെടുത്ത കർമ്മം, ഏറ്റെടുത്ത ദൗത്യം അത് അതിശക്തമായിട്ട് നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ നരേന്ദ്രമോദിജിയുടെ ഈ പ്രഭ അത് നമ്മുടെ ഭാരതത്തിൽ വളരുന്നതിന് അല്ലെങ്കിൽ ഇത്ര കണ്ട് വ്യാപ്തമാകുന്നതിന് മുൻപാണ് സുഷമാ സ്വരാജിനെ പോലെയുള്ള ആളുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത്. ഇദ്ദേഹം ഗുജറാത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഉമാഭാരതിയെ പോലെയുള്ള ആളുകൾ അവരും ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിഗണനയിൽ പറയുമ്പോൾ ഒരു സന്യാസിനിയായിരുന്നു. എന്നാൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ്, കഴിവും പ്രാപ്തിയുമുണ്ട് എന്ന് എങ്ങനെ തെളിയിക്കാൻ? ജോലിക്കാരിയെ പോലെ തെളിയിക്കാൻ സാധിച്ചാൽ ആ സാധിച്ചവർക്ക് മുഴുവൻ അർഹമായിട്ടുള്ള അംഗീകാരം കൊടുത്തുകൊണ്ട് റിസർവേഷൻ ഇല്ലാത്ത കാലത്ത് ഇപ്പൊ എന്താണ് 33% റിസർവേഷനെ കുറിച്ചും 50% റിസർവേഷനെ കുറിച്ചും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തില് മുഖ്യമന്ത്രിയുടെ കസേരയിൽ പോലും സ്ത്രീകൾക്ക് ഔന്നത്യമായിട്ടുള്ള ചുമതല കൊടുക്കാൻ ഒരു മടിയും ഉണ്ടായിട്ടുള്ള പാർട്ടിയല്ല. മുരളി മനോഹർ ജോഷിജിയും ലാൽകൃഷ്ണ അദ്വാനിജിയെ പോലെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണഘടനയെ പൊളിച്ചെഴുതി. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്ക് കൂടുതൽ പ്രവർത്തന രംഗത്തേക്ക് അവരെ കൊണ്ടുവരാനും നമുക്ക് രാജ്യത്തിന്റെ പാർലമെന്റിനകത്തും അല്ലെങ്കിൽ രാജ്യസഭയ്ക്കകത്തും ഒരു നിയമം പാസാക്കിയെടുക്കാൻ ഭൂരിപക്ഷം നമ്മുടെ കയ്യിൽ ആളുകളില്ലെങ്കിൽ പോലും നമ്മുടെ പാർട്ടിക്കകത്ത് 33% വരുന്ന സംവരണം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അതൊരു സൂചകമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധനായിട്ടുള്ള മുരളി മനോഹർ ജോഷിജിയെ പോലെ ലാൽകൃഷ്ണ അദ്വാനിജിയെ പോലെയുള്ള ആളുകൾ അങ്ങനെ ഭരണഘടന പൊളിച്ചെഴുതിയിട്ട് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ നമ്മുടെ സ്ത്രീ സഹോദരിമാരെ ഉയർത്തിക്കൊണ്ടുവന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ചുമതലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ സമയത്ത് ഇതിന്റെ ഇങ്ങനെ ഭരണഘടന പൊളിച്ചെഴുതുകയും
സ്ത്രീകൾക്ക് നമ്മുടെ കേരളത്തിലും കുറെ, അതായത് 33% സ്ത്രീകൾ വരുന്നു എന്ന് വന്ന സമയത്താണ് മഹിളാ മോർച്ച എന്ന് പറയുന്ന സംഘടനയിലേക്ക് തിരിച്ചുപോയി മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. ആ സമയത്ത് എനിക്ക് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് ആ ഭരണഘടനയുടെ മികവിൽ 33% വരുന്ന സ്ത്രീകൾ അങ്ങനെ രംഗത്ത് വന്നപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് ധാരാളം സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ടായി. ഇന്ന് കാലഘട്ടത്തിന്റെ അനിവാര്യത എന്നുള്ള രീതിയിൽ നമ്മുടെ പാർട്ടിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ് സ്ത്രീ ജില്ലകളിൽ പ്രസിഡന്റ് ആകട്ടെ എന്ന് തീരുമാനമെടുത്തു. അതായത് ജില്ലാ പ്രസിഡന്റ് ആയിട്ട് പുരുഷന്മാർ ഇരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ മുന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു സ്ത്രീയെ അവർ നിയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര തവണ അവർക്ക് ഭരിക്കാൻ അവസരം കിട്ടി? അവർ ഈ കേരളത്തിൽ എത്ര തവണ മുഖ്യമന്ത്രിമാരുണ്ടായി? അവർക്ക് കോൺഗ്രസിന് ഈ നാട്ടിൽ എത്രയോ തവണ അവർ മുഖ്യമന്ത്രിമാരായിരുന്നു. ഏതെങ്കിലും ഒരു ജില്ലയുടെ അമരക്കാരിയായിട്ട് കൊല്ലം ജില്ലയിൽ ഒരിക്കൽ ഒരു സ്ത്രീയെ അവർക്ക് കസേര കൊടുക്കാൻ അവരുടെ മനസ്സിനെ പ്രാപ്തമാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇത്രയധികം സ്ത്രീകൾ കർമ്മക്ഷേത്രത്തിൽ വന്നു എന്നുള്ളത് കോൺഗ്രസിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ബിന്ദു കൃഷ്ണ ഇടക്കാലത്ത് വലിയ ഒരു ചുമതലയിലേക്ക് അവർക്ക് ആ ചുമതല കൊടുക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടാ? അതിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസിനകത്ത് ലതിക സുഭാഷിനെ പോലെയുള്ള ഒരു സ്ത്രീക്ക് മുന്നോട്ട് വരാൻ സാഹചര്യമില്ല കോൺഗ്രസിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തലമുണ്ടനം ചെയ്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മുന്നിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തി. എന്താണ്? സോണിയാഗാന്ധി നയിക്കുന്ന ഈ പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം, ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ഇന്ന് പ്രിയങ്ക കേരളത്തിൽ ചെടി നടാനും അതുപോലെ ഭൂകൃഷി നടത്താനും ഒക്കെ വയനാട്ടിലെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളാണ് പ്രചോദനം നൽകിയത്. എന്ത്? സ്ത്രീകൾ ഈ നാടിന് ആവശ്യമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകത്തിന്റെ നിർദ്ദേശാനുസരണം നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ബൂത്ത് മുതൽ അഖിലേന്ത്യാ തലം വരെ രാജ്യവ്യാപകമായി സ്ത്രീകളുടെ വലിയ കൂട്ടായ്മകൾ ഉണ്ടായി, നേതൃത്വം ഉണ്ടായി. ആദ്യം ഒരു SC സമുദായത്തിൽ നിന്ന്, എന്താ SC സമുദായത്തിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നാൽ ഏറ്റവും അടിസ്ഥാന വർഗ വിഭാഗമായിട്ട് ഭരണഘടന പോലും പരിഗണിക്കുന്ന അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആ സമൂഹത്തിനകത്തു നിന്ന് നമുക്ക് ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഉണ്ടായി. അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് SC വിഭാഗത്തിൽ നിന്നുള്ള ഒരു സഹോദരൻ അഖിലേന്ത്യാ പ്രസിഡന്റായി. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് ഒരു സഹോദരി ഈ രാജ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ നേതൃത്വത്തിൽ ഭരണകൂടത്തെ നയിക്കുമ്പോ ദ്രൗപദി മുർമുജിയെ പോലെയുള്ള നമ്മുടെ രാഷ്ട്രപതിയെ നമുക്ക് കാണാൻ, ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു. ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ പലതവണ മന്ത്രിസ്ഥാനം കിട്ടിയിട്ടും പലതവണ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടും ഒരു സ്ത്രീക്ക് ഒരു ജില്ലാ പ്രസിഡന്റിന്റെ പദവി കൊടുക്കാൻ, ജില്ലാ സെക്രട്ടറിയുടെ പദവി കൊടുക്കാൻ സാധിക്കാത്ത ഈ രണ്ട് മുന്നണികളുടെയും മുന്നിലാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാൽ കൊല്ലം ജില്ലയില് എത്രയോ വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ച് കഴിവും പ്രാപ്തിയും തെളിയിച്ച രാജിയെ പോലെ ഒരാൾ SC സമുദായത്തിൽ നിന്ന് വന്ന ഒരാളെ നമ്മുടെ അവിടെ ആ ജില്ലയുടെ പ്രസിഡന്റ് ആക്കിയത്. ആ തന്റേടം. അത് കഴിഞ്ഞു ഇന്ന് തൃശ്ശൂരിലേക്ക് വന്നാൽ നമ്മുടെ മഹിളാ മോർച്ചയുടെ, നമ്മളൊക്കെ മഹിളാ മോർച്ചയിൽ വരുന്നതിന് എത്രയോ മുൻപ് ജനസംഘ കാലഘട്ടത്തില് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ കരുണാകരന്റെ മുന്നിലേക്ക് അതിശക്തമായിട്ടുള്ള സമരത്തിന്റെ രൂപത്തിൽ കടന്നു വന്ന ദേവകി അമ്മയെ പോലെ, വിനോദിനി അമ്മയെ പോലെ, രാധാബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ എനിക്കും നിങ്ങൾക്കും മുൻപേ നടന്നിട്ടുണ്ടെങ്കിൽ ആ രാധാബാലകൃഷ്ണന്റെ മകൾ പിന്നീട് ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച് കടന്നു വന്ന് അവരെ നമ്മള് തൃശൂർ ജില്ലയുടെ പ്രസിഡന്റ് ആക്കിയിട്ട് അവരോധിക്കാൻ ഈ പാർട്ടിക്ക് സാധിച്ചു. അതും കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തില് 4 സ്ത്രീകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പദവിയിൽ അവരോധിതമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചു. ഇത് നമ്മൾ കൊടുത്ത ഒരു സൂചകമാണ്. രണ്ട് മുന്നണികളുടെയും മുന്നിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീപക്ഷം. ഇപ്പോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ടതാണ്. അതിൽ വനിതാ
വിമോചനവും ഹിന്ദു സ്ത്രീത്വവും എന്ന് പറയുന്ന ഒരു പുസ്തകം BMSന്റെ അഖിലേന്ത്യാ ലീഡറും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സജി നാരായണൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. നമ്മൾ കുരുക്ഷേത്രയിൽ ആ പുസ്തകം കിട്ടും. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചന നൽകിയിട്ടുണ്ട്. എന്താണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് എന്താണ്, സ്ത്രീ എങ്ങനെയാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വിമൻ ഔട്ട്റീച്ചിന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള